കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോൺസുമേഴ്സ് ഇന്നത്തെ ഒരു കിടുക്കാച്ച എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മഹിമയും ഗിരിയും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു അഭിനയം അവിടെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മയും സ്വപ്നയും കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് വരുമെന്ന് അറിയാം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോയി വന്ന ശേഷം എന്നാലും ആദ്യരാത്രി ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്ന നമ്മുടെ മഹിമയ്ക്കും ഗിരിക്കും അറിയണോണ്ട് അവരൊരു അഭിനയം അവിടെ കാഴ്ചവെക്കുകയാണ് കേട്ടോ. സൂപ്പർ അഭിനയമാണ്, ഒരു രക്ഷയില്ലാത്തൊരു അഭിനയം. നമ്മുടെ മഞ്ജുവിനോട് ഗിരി പറയും, മഞ്ജു നീ കേൾക്ക്, ഈ മഹിമ എന്തൊക്കെയാണ് പറയണമെന്നറിയോ? നമ്മുടെ ആദ്യരാത്രി മുടക്കാൻ വേണ്ടി അമ്മ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് എന്തെങ്കിലും പോരും കൊണ്ട് വരുന്നൊക്കെ ഇവൾ പറയുമ്പോഴേക്ക് എന്താ പറ്റിയത് കൊണ്ട് പറയണം നമ്മുടെ ഗിരി. അത് കേട്ടിട്ട് നമ്മുടെ മഞ്ജു ചോദിക്കും, മോളെ നീ എന്തൊക്കെയാണ് പറയണത്? ഈ അമ്മയല്ലേ എനിക്ക് 101 പ്രദക്ഷിണമൊക്കെ അമ്പലത്തിൽ പോയി വെച്ചത്, പിന്നെ ഈ അമ്മ ഇങ്ങനെ ചെയ്യുമോ? അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരി ചോദിക്കും, കേട്ടാ എൻ്റെ അമ്മ കൊടുക്കുന്നത് അമ്മായിമ്മൻ്റെ സ്നേഹമില്ല, അമ്മൻ്റെ സ്നേഹമാണ്. ഇവൾക്ക് അറിയാം എൻ്റെ അമ്മ എങ്ങനെയാണ് സ്നേഹിക്കണത്, നീ ഒരുപാട് പറയാൻ നിൽക്കണ്ട. അതൊക്കെ വെറുതെ ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. അന്ന് ചേച്ചിയോട് എന്തൊക്കെയോ ദേഷ്യമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി പ്രകടിപ്പിച്ചില്ല. ഇപ്പം അങ്ങനെയല്ല. എന്നാൽ ചേച്ചി കാളീശ്വരി ഇപ്പോൾ ശാന്തി മുഹൂർത്തം കൊടുത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അതിലൊക്കെ എന്തിനു വിശ്വസിക്കണം, ഈ അമ്മ തന്നെയല്ലേ അന്ന് കാളീശ്വരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അതൊക്കെ ചെയ്തത്, ഇപ്പം എന്തിനാ മാറിയത്? അതിനൊക്കെ മനസ്സിലാക്കാലോ പറഞ്ഞിട്ട് പറയണേ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വപ്നം പറയും, ഇവൾക്ക് എല്ലാം മനസ്സിലായി, ഇവളെന്താ ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിക്കുമോ പറഞ്ഞിട്ട് അവളുടെ മനസ്സിലിട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരി പറയും, മഹിമ ഇതൊക്കെ സംശയരോഗമാണ്. ഗിരിയേട്ടാ, ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ഗിരിയേട്ടൻ തന്നെ സത്യം പറ, അമ്മ അഭിനയിച്ചിട്ട് ഗിരിയേട്ടനെ പറ്റിക്കാൻ ഗിരിയേട്ടൻ തോന്നിയിട്ടില്ലേ? എനിക്ക് ഒരിക്കലും തോന്നില്ല. എൻ്റെ അമ്മ അങ്ങനെയല്ല, അമ്മ അഭിനയിച്ച ഒരിക്കലും ഒരാളിനെയും പറ്റിക്കില്ല. അമ്മ അഭിനയിക്കാണ്ടാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മഹിമ ചോദിക്കും, ഇനി ഭാനുമ്മയും ചേച്ചിയും കൂടി പോരും നടന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ പോരും നടന്നു പറഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, പിന്നെ ഞാൻ അമ്മയോട് ഒന്നും മിണ്ടില്ല, അമ്മയോട് പിണക്കമായിരിക്കും പറഞ്ഞിട്ട് പറയണേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാനുമ്മേൻ്റെ മനസ്സങ്കടം ഇതാവണം, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചെയ്ത് പറഞ്ഞാൽ എൻ്റെ മോൻ ഇറങ്ങിപ്പോവും, എൻ്റെ അടുത്ത് മിണ്ടില്ല എന്നൊക്കെ ആളുടെ മനസ്സിൽ വന്നു കേട്ടോ. എന്നിട്ട് ഗിരി പിന്നെയും പറയും, എൻ്റെ അമ്മനെ അറിയില്ല എന്ന് മാത്രം നീ പറയരുത് പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ പിന്നെയും പറയും, എന്താ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ലേ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജു പറയും, ഗിരിയേട്ടാ അവൾക്കൊരു തെറ്റ് പറ്റിയതാണ്, അവളോട് അമ്മയെ ക്ഷമിക്കുക പറഞ്ഞിട്ട് പറയണേ. സോറി പറയേണ്ട ആൾ ഒന്നും പറയുന്നില്ലല്ലോ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹിമ സോറിയൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മഞ്ജു അവളെ കൂട്ടിയിട്ട് പോകും. എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് പറയുമ്പോൾ ഒരു കിടുക്കാഴ്ച തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ചേട്ടനും അനിയത്തിയും കൂടി ഒരു അഭിനയം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഒരു പണിക്ക് നമ്മുടെ സ്വപ്നയും അമ്മയും പോവാത്തൊരു രീതി തന്നെയാണ് അവരുടെ ഒരു അഭിനയം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.